നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ടി.എം. തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. ഏപ്രിൽ 2 ഹാജരാകാനാണ് നിർദ്ദേശം. മുമ്പ് 6 തവണയാണ് ED നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ഐസക്ക് ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിക്കവേ ED എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. കിഫ്ബി മസാല ബോണ്ടിൻ്റെ ഫണ്ട് വിനിയോഗ തീരുമാനങ്ങളിൽ ഐസക്കിന് നിർണായക പങ്കുണ്ടെന്നാണ് ED സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയത്. വീണ്ടും നോട്ടീസ് ലഭിച്ചെന്നും തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കൂടിയായ ഐസക്ക് പ്രതികരിച്ചു. അടുത്ത തിങ്കളാഴ്ച കോടതിയെ സമീപിക്കും. കോടതിയിലുള്ള കേസായതിനാൽ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. കോടതിയോടെ തന്നെ സംരക്ഷണം തേടും. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രേരിതമായി ED ഭീഷണിപ്പെടുത്തുകയാണ്. ചെന്നില്ലെങ്കിൽ മൂക്കിൽ കയറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു. ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കും, ഇത് കേരളമാണെന്ന് ED ഓർക്കണമെന്നും ഐസക്ക് EDയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാവുന്ന ഐസക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെ ഉൾപ്പെടെ വെല്ലുവിളിക്കുകയാണെന്നും അന്വേഷണം പൂർത്തിയാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കണമെന്നുമാണ് ED കോടതിയെ അറിയിച്ചത്. കേസ് മെയ് 22 പരിഗണിക്കും.